ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 8-ലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കൃഷി രീതികൾ, പിന്നെ മൃഗങ്ങളുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ, പ്രധാനപ്പെട്ട നാടൻ ഇനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് 1-2 ചോദ്യങ്ങളൊക്കെ നമുക്ക് PSC ചോദിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കൃഷികൾ, സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പട്ടുനൂൽ കൃഷി, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഏറ്റവും ആദ്യം തന്നെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം, എന്താണ് ഭക്ഷ്യസുരക്ഷ? എന്താണ്? എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് ആദ്യം തന്നിരിക്കുന്നത്. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നൽകുന്നതിന് വേണ്ടി ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യം ഭക്ഷ്യസുരക്ഷ എന്ന് നമുക്ക് വിളിക്കാം. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ദാരിദ്ര്യഭീതിയോ പോഷകക്കുറവ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഇനി എന്താ പറയുന്നത്? നമ്മുടെ മുഖ്യ ആഹാരം എന്താണ്? അരിയാണ്. അപ്പോൾ കേരളത്തിൽ നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട്. എന്താണ്? 1971 മുതൽ 2011 വരെയുള്ള ഒരു പട്ടികയാണ്. അപ്പോൾ കൃഷിയിടത്തിൻ്റെ വിസ്തൃതി ഓരോ വർഷം ചെല്ലുന്തോറും കുറയുകയാണ്, അതുപോലെ ജനസംഖ്യ കൂടുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഉൽപാദനം കുറയുകയാണ്, പക്ഷേ ജനസംഖ്യ കൂടുകയാണെന്നുള്ള കാര്യമാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റം, വിലനഷ്ടം, ഉൽപാദന ചെലവ്, വിളനഷ്ടം, സ്ഥലപരിമിതി, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും, ഇടനിലക്കാരുടെ ചൂഷണം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളാണ്. ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമുള്ളതല്ല. ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്താണ്? എസെൻഷ്യൽ എലമെന്റ്സ്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യമൂലകങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. ഇവയാണ് അവശ്യമൂലകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ അവശ്യമൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. അവശ്യമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ അവശ്യമൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് അവശ്യമൂലകം അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്? സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ആ മൂലകങ്ങളെ നമുക്ക് അവശ്യമൂലകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് നമുക്ക് പറയാം. കുറച്ച് എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാക്കുന്നത് സൂക്ഷ്മജീവികൾ നടത്തുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. അപ്പോൾ ഈ അവശ്യമൂലകങ്ങൾ മണ്ണിൽ ലഭ്യമാകുന്നത് എങ്ങനെയാണ്? സൂക്ഷ്മജീവികളുടെ ജീർണന പ്രവർത്തനം വഴിയാണ്. കൃഷിയിടങ്ങളിൽ പയർവർഗ സസ്യങ്ങൾ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ മനസ്സിലാക്കി. എന്താണ്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH മൂല്യവും സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മണ്ണിൽ അടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ജീവിവർഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, കുമിള്, ആൽഗ, ചിതല്, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങളൊക്കെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് ജീവാണുവളത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ജീവാണുവളം? നോക്കാം നമുക്ക്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് ജീവാണുവളങ്ങൾ. ഓക്കെ, ഇപ്പോൾ ജീവാണുവളം എന്താണെന്നാണ് പറഞ്ഞത്. ജീവാണുക്കളുടെ സാന്നിധ്യം മണ്ണിലെ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് റൈസോബിയം, അസറ്റോബാക്ടർ,
അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെയും അസോള എന്ന ജലസസ്യത്തെയും ഉപയോഗിക്കാം. അപ്പോൾ മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് റൈസോബിയം ബാക്ടീരിയ, അസറ്റോബാക്ടർ, അതുപോലെ അസോസ്പൈറില്ലം തുടങ്ങിയ ബാക്ടീരിയകളെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അസോള എന്ന ജലസസ്യത്തിലും എന്തുണ്ട്, നമുക്ക് നൈട്രജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്? മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? അസറ്റോബാക്ടർ, റൈസോബിയം, അസോസ്പൈറില്ലം എന്നിവയാണ്. മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള. ഓക്കെ. അശാസ്ത്രീയമായ വളപ്രയോഗം ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിന്റെ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ ഇവയെല്ലാം എന്താണ്? അശാസ്ത്രീയമായ വളപ്രയോഗം കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി കീടങ്ങളെ നിയന്ത്രിക്കാൻ, ഇവിടെ കണ്ടോ, കീടങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നോക്കാം. കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. കീടങ്ങളെ മുഴുവനായും കൊന്നൊടുക്കുക എന്നതാണ് കീട നിയന്ത്രണത്തിന്റെ രീതി. എന്നാൽ കീടങ്ങൾ അതിജീവനശേഷി നേടിയെടുക്കുന്നതോടുകൂടി വീര്യം കൂടിയ കീടനാശിനികൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അമിതമായ ഡോസിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കീടനാശിനികളുടെ അമിതമായ പ്രയോഗം ഒട്ടനവധി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ കീടനാശിനികൾ കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളാണ് വായിച്ചത്. ഇനി ഇതേവിടെ കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? നോക്കാം. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം. അപ്പോൾ കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. കീടങ്ങളെ ഭക്ഷണമാക്കുന്ന കീടങ്ങളുണ്ട് അല്ലേ, പിന്നെ രോഗം പരത്തുന്ന ജീവികളുണ്ട്, കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയുണ്ട്. അപ്പോൾ അവയെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കീടനിയന്ത്രണത്തിന് വേണ്ടി യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, സംയോജിത കീടനിയന്ത്രണ മാർഗം അല്ലെങ്കിൽ IPM, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ്? മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. ഓക്കെ. എന്താണ്? എണ്ണം പെരുകുന്നത് കുറയ്ക്കുക, കീടങ്ങളുടെ എണ്ണം പെരുകുന്നത് കുറയ്ക്കുക എന്ന രീതിയാണ് ഈ സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സംയോജിത കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത്. ഓക്കെ. അപ്പോൾ സംയോജിത കീടനിയന്ത്രണ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഓക്കെ. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയും കീടങ്ങളും. രാസ കീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടുകൂടി ഇതര കീടനിർമ്മാണ മാർഗങ്ങളിലെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിക്കപ്പെടുന്നില്ല. അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തിപ്പെടുന്നില്ല. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. ഫിറോമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന ഫിറോമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫിറോമോൺ കണികകൾ കാറ്റും ചൂടുമേറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ പോരായ്മയാണ്. എന്നാൽ രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫിറോമോൺ കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രാസ കീടനിയന്ത്രണത്തിന് പകരമായിട്ട് നമുക്ക് ആരോഗ്യകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തുന്ന രീതി, പിന്നെ അതുപോലെ തന്നെ എന്താണ് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാവുന്ന രീതി, പിന്നെ ഫിറോമോൺ കെണികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക്
കൃഷി ആദായകരമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്കാണ്. വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻതുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു. വളത്തിൻ്റെയും കീടനാശിനിയുടെയും അമിതമായ ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം മൃദുഭൂമിയായി മാറും. ഓക്കെ, ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം പ്രസക്തമാകുന്നത്. വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ സുസ്ഥിര കൃഷിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സുസ്ഥിര കൃഷി എന്ന ആശയം? എന്താണ് ഉദ്ദേശിക്കുന്നത്? വളവും കീടനാശിനികളും ഉൾപ്പെടെയുള്ള പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് സംയോജിത കൃഷിയിലൂടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് സുസ്ഥിര കൃഷിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാകും. ഒന്നും മാലിന്യമായി അവശേഷിക്കുകയുമില്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകും. സുസ്ഥിര കൃഷിയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിലുള്ള കൾട്ടിവേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായിട്ട് മാറും. ആ സമയത്ത് നമുക്ക് മാലിന്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ഒരു ബോക്സ് നോക്കിയിട്ട് വരാം. മാറുന്ന കാഴ്ചപ്പാടുകൾ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിക്കപ്പെട്ടത്. ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗവും വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്നതാകയാൽ ഈ രീതിയെ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ HEIA ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നു. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്ന ആ രീതിയിലുള്ള കൾട്ടിവേഷനെയാണ് എന്ത് പറയുന്നത്? ആ രീതിയിലുള്ള കൃഷിയാണ് എന്ത് പറയുന്നത്? ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, പുറമേ നിന്നുള്ള വിത്തും വളവുമെല്ലാം ഒരുപാട് യൂസ് ചെയ്യുന്നത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നു. ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ ഒരു കൃഷിരീതി വിമർശിക്കപ്പെടുകയാണ് ഉണ്ടായത്. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിലൂന്നിയുള്ള സങ്കല്പമാണ് എന്ത്? ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ LEISA. എന്താണ്? പുറമേ നിന്നുള്ള വസ്തുക്കളുടെ വിത്തും വളവും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയാണ് സുസ്ഥിര കൃഷി, അല്ലെ? സുസ്ഥിരമാകുന്നുള്ളൂ. അതാണ് കണ്ടിന്യൂഷൻ ആയിട്ട് നിലനിന്ന് പോവുകയുള്ളൂ. അപ്പോൾ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനാണ് വ്യാപകമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത്. കമ്പയർഡ് ടു എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനാണ് കൂടുതൽ അംഗീകാരം ലഭിച്ചത്. കാരണം എന്താണ്? പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷി രീതിയായിരുന്നു. അപ്പോൾ LEISA ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്നും ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത NEISA നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? LEISA ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ എങ്ങനെയാക്കി മാറ്റാൻ പോവാണ്? NEISA നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇപ്പം മിതമായ രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പുറമേ നിന്നുള്ള വളത്തിനെയും അല്ലെങ്കിൽ കീടനാശിനികളെയൊക്കെ ആശ്രയിക്കുന്നത്. ഇനി ഘട്ടം ഘട്ടമായിട്ട് അത് എങ്ങനെയാക്കും? ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന രീതിയിൽ സ്വയം പര്യാപ്തമാവുകയും തുടർന്ന് പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത രീതിയിലേക്ക് അഗ്രികൾച്ചറിനെ കൊണ്ടുവരികയും ചെയ്യും. അതായത് NEISA എന്ന സങ്കല്പം, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഇതിനൊക്കെ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഫുൾ ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. NEISA അതെന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. LEISA HEIA. ഓക്കെ, അപ്പോൾ HEIA പിന്നെ
അപ്പോൾ അതെന്താണ്, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറാണ്. വിത്തും വളവും എല്ലാം പുറമേ നിന്നാണ് ആശ്രയിക്കുന്നത്. പിന്നെ വരുന്ന LEIS എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. NEIS എന്ന് പറയുമ്പോൾ നോ എക്സ്റ്റേണൽ ഇൻപുട്ടാണ്, എന്ന് വെച്ചാൽ ഒന്നും പുറമേ നിന്നുള്ളത് യൂസ് ചെയ്യുന്നില്ല. ആ രീതിയിൽ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും എന്ന ഭാഗത്തേക്ക് വരാം. ഇവിടെ കണ്ടോ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്താ, മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സുസ്ഥിര കൃഷി രീതിയിൽ അതിനൊരു പരിഹാരമാണ് അല്ലേ, ഒന്നിൻ്റെ മാലിന്യം മറ്റൊന്നിന് വളമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപ്പാദനം, കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം, ഇതൊക്കെ എന്താണ്, ഒന്നിൻ്റെ മാലിന്യം മറ്റൊന്നിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കമ്പോസ്റ്റ് നിർമ്മാണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്താണ് ജൈവ വേസ്റ്റുകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് നിർമ്മിക്കാം. അതിൽ നിന്നുള്ള സ്ലറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബയോഗ്യാസ് നമുക്ക് അടുക്കള ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാം. കാലിത്തീറ്റ നിർമ്മാണം, കോഴിത്തീറ്റ നിർമ്മാണം, മത്സ്യത്തീറ്റ നിർമ്മാണം, ഇതൊക്കെ എന്താണ്, നമുക്ക് മാലിന്യം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ്. ഒന്നിൻ്റെ വേസ്റ്റ് മറ്റൊന്നിന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാവുന്ന കാര്യങ്ങളുമാണ്. ഓക്കെ, ഇനി വിളയിക്കാം വൈവിധ്യങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ ഏതൊക്കെയാണ്? പശുവിൻ്റെ ആദ്യം നോക്കാം. ഇതിൽ ജേഴ്സി നമുക്ക് അറിയുന്നതായിരിക്കും, വെച്ചൂർ അറിയുന്നതായിരിക്കും. ഈ അറിയാത്ത വേർഡ്സാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്ന വെറൈറ്റി പശുവാണ്. എരുമയാണെങ്കിൽ മുറ, നീലിരവി, ബദാവരി. എന്നൊക്കെ എരുമയാണ്. ആടാണെങ്കിൽ ജമുനാപാരി അറിയാമല്ലോ, നമ്മളൊരു ഫിലിമൊക്കെ കണ്ടിട്ടുള്ളതാണ്. തലശ്ശേരി, ജമുനാപാരി, ബോയർ, ഇതൊക്കെ എന്താണ്, ആടിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ കന്നുകാലികൾ പശു, എരുമ, ആടാണ് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. അതിൽ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്ന വെറൈറ്റി പശുവാണ്. മുറ, നീലിരവി, ബദാവരി എരുമയാണ്. ആടാണെങ്കിൽ തലശ്ശേരി, ജമുനാപാരി, ബോയർ. ഇനി അടുത്തത് പക്ഷി പരിപാലനവുമായി ബന്ധപ്പെട്ട മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു. അപ്പോൾ ഇനി കോഴികളുടെ ഇനം എന്ന് പറയുമ്പോൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോൺ, അതൊക്കെ എന്താണ്, കോഴി ഇനങ്ങളാണ്. അപ്പോൾ ഈ അതുല്യ എന്നുള്ള പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്രാമലക്ഷ്മിയും വൈറ്റ് ലെഗോണൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. താറാവ് ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മീനിൻ്റെ പേര് പറയാറുണ്ട്. അപ്പോൾ താറാവ് ഇനത്തിൽപ്പെടുന്നതാണ് ഈ ചെമ്പല്ലി എന്ന് പറയുന്നത് കേട്ടോ. മസ്കവി, ചാര, ചെമ്പല്ലി, ഇതൊക്കെ താറാവ് ഇനങ്ങളാണ്. പിന്നെ കാടയുടെ ഇനങ്ങളാണ് ജപ്പാനീസ്, പിന്നെ ബോബ് വൈറ്റ് ഒക്കെ കാടയുടെ ഇനങ്ങളാണ്. ഇനി നോക്കേണ്ടത് സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷിയാണ് കേട്ടോ. പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അത് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലാതെയും അൺവേർഡായിട്ട് അങ്ങനെയും ചോദിക്കാം. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൽബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. അപ്പം മൽബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഖ പട്ടുനൂൽ പുഴു. മുഖ സിൽക്ക്, ടസർ സിൽക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പട്ടുനൂൽ പുഴുവിനെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷിയാണ് എന്ത്, സെറികൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പിസികൾച്ചർ, ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. പിസികൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷിയാണ് കേട്ടോ. മത്സ്യകൃഷി പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യത്തിനായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയും വളർത്തുന്നുണ്ട്. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനമാണ് നാരൻ, കാര എന്നിവ ചെമ്മീൻ ഇനങ്ങളുമാണ്. അടുത്തത് ഫ്ലോറികൾച്ചറാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂര്യം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. അടുത്തത് എപ്പികൾച്ചർ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് എപ്പികൾച്ചർ? ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത്. എപ്പികൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ക്യൂണികൾച്ചർ എന്താണ്? കൂൺ കൃഷിയല്ല. കൂണികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായ മുയലുകളെ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഇനി മഷ്റൂം കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? മഷ്റൂം കൃഷിയാണ്, കൂൺ വളർത്തലാണ് കേട്ടോ. പോഷക മൂല്യങ്ങളും സ്വാദിഷ്ടമുള്ളതുമായിട്ടുള്ള വിഭവമാണ് കൂൺ എന്ന് പറയുന്നത്. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണയായി കൃഷി ചെയ്യുന്നത്.
ഇനി ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ പഴം, പച്ചക്കറിയാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശാസ്ത്രീയമായ കൃഷി രീതികൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം ഈ ഭാഗം. എന്താണ് പ്രധാനപ്പെട്ട കൃഷി രീതികളാണ്. ശാസ്ത്രീയമായിട്ടുള്ള പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. മത്സ്യകൃഷി പിസികൾച്ചർ. പൂക്കൾ കൃഷി ചെയ്യുന്നത് ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തുന്നത് എന്ത് പറയും? എപ്പികൾച്ചർ. മുയൽ വളർത്തുന്നത് എന്ത് പറയും? ക്യൂണികൾച്ചർ. കൂണാണെങ്കിൽ മഷ്റൂം കൾച്ചർ. പഴം, പച്ചക്കറി ആണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ. ഓക്കെ. ഇതുപോലെ പക്ഷി വളർത്തലുണ്ട് കേട്ടോ. പക്ഷി വളർത്തലിൽ നമ്മൾ എവി കൾച്ചർ എന്നാണ് പറയുന്നത്. എവി കൾച്ചർ. ഓക്കെ. എവി കൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ പക്ഷി വളർത്തലാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് ഔഷധ സസ്യകൃഷി. ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആയുർവേദത്തിന്റെ പിതാവ് ആരാണ്? കമന്റ് ബോക്സിൽ പറയണേ. ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട്. തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ കൃഷിയിടങ്ങളിൽ വളർത്താവുന്നവയാണ്. ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ബോക്സ് ആയിട്ട് തന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കന്നുകാലി പരിചരണം, മഷ്റൂം കൾച്ചർ. തേനീച്ച വളർത്തുന്നതിന് എന്ത് പറയും? തേനീച്ച വളർത്തൽ എപ്പി കൾച്ചറാണ്. പിന്നെ മത്സ്യമാണെങ്കിലോ പിസി കൾച്ചറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. മുയലാണെങ്കിലോ മുയൽ ക്യൂണി കൾച്ചറാണ്. പട്ടുനൂലാണെങ്കിൽ സെറി കൾച്ചറാണ്. പക്ഷി പരിപാലനത്തിന് എന്ത് പറയും? എവി കൾച്ചർ എന്ന് പറയും. എവി കൾച്ചർ. ഓക്കെ. എവി കൾച്ചർ എന്ന് പറയും. ഇനി അടുത്തത് പോളി ഹൗസ് ഫാമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പോളി ഹൗസ് ഫാമിംഗ് എന്താണ്? പോളിത്തീൻ പോലുള്ള സുതാര്യമായിട്ടുള്ള ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളി ഹൗസ്. പോളി ഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാകും. അപ്പോൾ കണ്ടോ, ഈ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പോളിത്തീൻ പോലുള്ള സുതാര്യമായിട്ടുള്ള ഷീറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറച്ച് നിർമ്മിക്കുന്നു എന്നിട്ട് അവിടെ കൃഷി ചെയ്യുന്നു. ഓക്കെ, അതാണ് പോളി ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു. പോളി ഹൗസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. തുടക്കത്തിൽ ചെലവ് ഏറെയാണെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് വിളവ് ഇതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി പ്രിസിഷൻ ഫാമിംഗ്. കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും യോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവയൊക്കെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം അനുയോജ്യമായ വിള ഏതാണ് എന്ന് കണ്ടെത്തി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ ഇതിനു വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയും. അങ്ങനെ ജലസേചനം പരിമിതപ്പെടുത്തുവാനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയുടെ ഒരു മേന്മ. ഓക്കെ. ഇനി നെക്സ്റ്റ്, മണ്ണില്ലാതെയും കൃഷി. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എയ്റോപോണിക്സിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നോക്കാം. മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ്. ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സിനെ കുറിച്ചാണ്. മണ്ണില്ലാതെ ചെയ്യുന്ന കൃഷി രീതികളാണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് എയ്റോപോണിക്സ്. അപ്പോൾ രണ്ട് രീതിയിലാണ് മണ്ണില്ലാത്തുള്ള കൃഷി രീതികൾ. രണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഹൈഡ്രോപോണിക്സും പഠിച്ചു, എയ്റോപോണിക്സും പഠിച്ചു. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എങ്കിൽ എന്താണ്? പോഷക ലായനി വേരുകളിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയ്റോപോണിക്സ്. ഈ രണ്ട് രീതിക്കും എന്ത് വേണ്ട? മണ്ണ് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉൽപാദന വർധനവ് ഉറപ്പുവരുത്താൻ വേണ്ടി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷിരീതികൾ. ആധുനിക കൃഷിരീതികൾക്ക് പല പരിമിതികളുണ്ടെങ്കിലും പരമ്പരാഗത കൃഷിരീതിയിലേക്ക് മടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണമെന്നുള്ള വാദങ്ങളും നിലവിലുണ്ട്. പരമ്പരാഗത കൃഷിരീതിയിൽ ഉപയോഗിച്ചിരുന്നത് നാടൻ ഇനങ്ങളാണ്. ഓക്കെ. നാളേക്ക് വേണം നാട്ടിനങ്ങൾ. നോക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃതിയാ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങൾ.
ഉൽപാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. നമ്മുടെ തനത് സ്വത്തായിരുന്ന പല കിഴങ്ങ് വർഗ്ഗങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കാച്ചിൽ, ചേമ്പ്, കൂവ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുപോയി. ചിലവ് കുറഞ്ഞതും കൃഷി ചെയ്യാൻ എളുപ്പമായതും പോഷകസമൃദ്ധമായതുമായ ഇത്തരം ഭക്ഷ്യവിളകൾ വംശമറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ഇല്ലാതാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നാടൻ ഇനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നാടൻ ഇനം എന്ന് പറയുന്നത്? ഒരു പ്രദേശത്തെ കാലാവസ്ഥ, അവിടുത്തെ ജലലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്കൊക്കെ അനുസൃതമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ ആർജിച്ച് പ്രകൃതിയാ പ്രതിരോധശേഷിയൊക്കെ നേടി നിലനിൽക്കുന്ന ആ പ്രദേശത്തെ ഇനങ്ങളാണ് നാടൻ ഇനങ്ങൾ. അപ്പം നാടൻ ഇനങ്ങൾ വംശമറ്റു പോകുന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു. പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് ആവുകയുള്ളൂ. അപ്പോൾ നോക്കിയേ, വിളകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ നാടൻ ഇനങ്ങൾ തന്നിട്ടുണ്ട്. മാവ്, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നൊക്കെ മാവിൻ്റെ നാടൻ ഇനങ്ങളാണ്. വാഴയാണെങ്കിൽ ഞാലിപ്പൂവൻ, പാളയംകോടൻ. ഇനി നോക്കിയേ, മൃഗങ്ങളെ തന്നിട്ടുണ്ട്. പശു, വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ ഇതൊക്കെ നാടൻ ഇനങ്ങളാണ്. ആടാണെങ്കിൽ മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് ഇതൊക്കെ നാടൻ ആടിൻ്റെ ഇനങ്ങളുമാണ്. ഇത്രയുമാണ് PSC ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി കുറച്ച് നമ്മുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്ങാകുന്ന കൂട്ടായ്മകൾ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാനും വാങ്ങാനുമുള്ള സൗകര്യങ്ങളിൽ ഒരുക്കുന്ന കർഷക സംഘങ്ങൾ സജീവമാകുന്നുണ്ട്. കുരുമുളക്, നാളികേരം, അടയ്ക്ക, നെല്ല്, പച്ചക്കറി തുടങ്ങിയ വിഭവങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യവും വിപണിയോടൊപ്പം ഒരുക്കുന്നുണ്ട്. സംഭരിക്കുന്ന വിഭവങ്ങൾ നല്ല വില ലഭിക്കുന്ന അവസരം നോക്കി വിറ്റഴിക്കുക വഴി കർഷകന് ഉയർന്ന വില ലഭ്യത ഉറപ്പുവരുത്താം. ഇവിടെ ഒന്നും PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ല കേട്ടോ. പിന്നെ കൂട്ടായ്മകൾ ഓൺലൈനിലും ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് വിപണന സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അറിവിലേക്ക് മാത്രമായിട്ടുള്ള പോയിന്റുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ PSC ഓറിയൻറ്റഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോക്കിക്കേ, മട്ടുപ്പാവിലെ കൃഷി അത് സ്ഥലപരിമിതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷൻസ് ആണ്. വെർട്ടിക്കൽ ഫാമിംഗ്, ഗ്രോ ബാഗിലെ കൃഷി, മട്ടുപ്പാവ് കൃഷി എന്നുള്ള രീതിയിലൊക്കെ ടെറസ് ഫാമിംഗ് ഒക്കെ കേട്ടോ. പിന്നെ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് അത് മറികടക്കാൻ വേണ്ടി പോളി ഹൗസ് ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ വളപ്രയോഗം നടത്തിയാൽ, സംയോജിത കീടനിയന്ത്രണവും ജൈവ മാലിന്യ സംസ്കരണവും ഒക്കെ നടത്തിയാൽ പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പരിധിവരെ മറികടക്കാം. പിന്നെ ഉൽപ്പാദന ചെലവ് മറികടക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടെത്താനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകണ്ട. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ. താങ്ക്